എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 41-ാമത്തെ സർഗത്തിൽ 9 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ കഥ എന്ന് പറഞ്ഞാൽ അംശുമാൻ തൻ്റെ ഇളയച്ഛന്മാരെ അന്വേഷിച്ചുകൊണ്ട് പാതാള ലോകത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ദിഗ്ഗജത്തെ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എന്താണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. 9-ാമത്തെ ശ്ലോകം നോക്കാം. ദിശാഗജസ്തു തച്ഛ്രുത്വാ പ്രത്യുവാച മഹാമതി ആസമഞ്ജ കൃതാർത്ഥസ്ത്വം സഹാശ്വശീഘ്രമേഷ്യതി. ദിശാഗജസ്തു തച്ഛ്രുത്വാ, തൻ്റെ പിതൃക്കളെ പറ്റിയിട്ട്, ഇളയച്ഛന്മാരെ പറ്റിയിട്ടാണല്ലോ ചോദിച്ചത്. അതുപോലെ കുതിരയെ കണ്ടുവോ, കുതിരയെ കട്ടുകൊണ്ടുപോയ ആളെ കണ്ടുവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉടനെ തന്നെ തച്ഛ്രുത്വ, അത് കേട്ടിട്ട് ആ ദിഗ്ഗജം മഹാമതിഹി ദിശാഗജ പ്രത്യുവാച, മഹാമതിയായിട്ടുള്ള ആ ദിഗ്ഗജം ഇപ്രകാരം മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ആസമഞ്ജ. ആസമഞ്ജ എന്ന് പറഞ്ഞാൽ അസമഞ്ജൻ്റെ പുത്രനായിട്ടുള്ളവനെ ആസമഞ്ജ അംശുമാനെ വിളിച്ചുകൊണ്ട് പറയാണ്, ത്വം കൃതാർത്ഥ, നീ കൃതാർത്ഥനാണ്. നീ വിചാരിച്ച പ്രവൃത്തി എന്ത് ചെയ്യണമെന്നാണോ ആലോചിച്ചത് അത് ചെയ്ത് തീർക്കുക തന്നെ ചെയ്യും. കൃതാർത്ഥ ത്വം, നിനക്ക് എന്ത് സംഭവിക്കും? സഹാശ്വഹ ശീഘ്രം ഏഷ്യതി, നീ കുതിരയെയും കൊണ്ട് വൈകാതെ തന്നെ തിരിച്ചു പോകും. അശ്വഹ, സഹാശ്വഹ എന്ന് പറഞ്ഞാൽ അശ്വത്തിനോട് കൂടിയവനായിട്ട്, ശീഘ്രം ഏഷ്യതി, നീ വേഗം തന്നെ തിരിച്ചു വരും. അപ്പോൾ അംശുമാന് വലിയ പ്രതീക്ഷയായി. താൻ പോണ വഴിക്ക് തന്നെയാണ് ഈ കുതിരയുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ആ ദിഗ്ഗജത്തിന്റെ വാക്ക് കേട്ടിട്ട് അംശുമാൻ എന്താണ് ചെയ്തതെന്ന് പറയാണ്. 10-ാമത്തെ ശ്ലോകം നോക്കാം. തസ്യ തദ്വചനം ശ്രുത്വാ സർവാനേവ ദിശാഗജാൻ യഥാക്രമം യഥാന്യായം പ്രഷ്ടും സമുപചക്രമേ. അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം. തൈശ്ച സർവൈർദിശാപാലൈർ വാക്യജ്ഞൈർ വാക്യഗോവിതൈഃ പൂജിതഃ സഹയശ്ചൈവാഗന്ധാസീത്യഭിചോദിതഃ. തസ്യ തദ്വചനം ശ്രുത്വാ, ആ മഹാമതിയായിട്ടുള്ള ദിഗ്ഗജത്തിൻ്റെ വാക്ക് കേട്ടിട്ട് സർവാനേവ ദിശാഗജാൻ, എല്ലാ ദിശാഗജങ്ങളോടും, 4 ദിഗ്ഗജങ്ങളെ കണ്ടുല്ലോ ഇളയച്ഛന്മാരായിട്ടുള്ള സഗരപുത്രന്മാർ, അവർ കണ്ട ആ 4 പേരോടും, വിരൂപാക്ഷൻ, മഹാപത്മൻ, സൗമനസ്, അതുപോലെ ഭദ്രൻ, ഇങ്ങനെ 4 ദിഗ്ഗജങ്ങളെയാണല്ലോ ഈ സഗരപുത്രന്മാർ കണ്ടത്. അവരോടെല്ലാവരോടുമായിട്ട് സർവാനേവ ദിശാഗജാൻ യഥാക്രമം യഥാന്യായം, ഓരോരുത്തരോടായിട്ട് ക്രമമനുസരിച്ച് വളരെ വേണ്ട വിധത്തിൽ യഥാന്യായം പ്രഷ്ടും സമുപചക്രമേ, ചോദിക്കാനായിട്ട് ആരംഭിച്ചു. നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ? ഈ വഴി തന്നെയാണോ സഗരപുത്രന്മാർ പോയത് എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ആദ്യത്തെ ആ ദിഗ്ഗജത്തിനോട് ചോദിച്ചത്, അതേ ചോദ്യങ്ങളൊക്കെ ബാക്കി എല്ലാവരോടും കൂടി ചോദിച്ചു എന്നർത്ഥം. എന്നിട്ടോ ആ ആനകളും ദിഗ്ഗജങ്ങളും അതുപോലെ തന്നെ തൈശ്ച സർവൈർ ദിശാപാലൈഹി വാക്യജ്ഞൈഹി വാക്യഗോവിതൈഹി, ആ ആനകൾ മാത്രമല്ല, ആ ആനകളുടെ യജമാനന്മാരായിട്ടുള്ള ദിക്പാലകന്മാർ അല്ലെങ്കിൽ ദിക്കുകളുടെ പാലകന്മാർ, അവരും അതുപോലെ തന്നെ പറഞ്ഞു. അതാണ് സർവൈഹി, എല്ലാ ദിശാപാലൈഹി, ദിശാപാലകന്മാരാലും പറയപ്പെട്ടു, ആശീർവദിക്കപ്പെട്ടു. ദിശാപാലകന്മാരെ പറ്റി പറയാണ്, വാക്യജ്ഞന്മാരാണ്, വാക്യഗോവിതന്മാരാണ്. അവർ വെറുതെ പറയുമൊന്നുമല്ല, വാക്യത്തിൻ്റെ പറയാൻ പോണ വാക്യങ്ങളുടെ അർത്ഥമറിയുന്നവരും വേണ്ട പോലെ വാക്കുകൾ പ്രയോഗിക്കാൻ അറിയുന്നവരുമായിട്ടുള്ള ഒരു സംഘം തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ദിക്പാലകന്മാർ. അവരാണ് ഈ ബാലകന് അംശുമാന് അനുഗ്രഹം കൊടുത്തത്. ദിഗ്ഗജങ്ങൾ മാത്രമല്ല, ദിക്പാലകന്മാരുടെ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. അവരെന്താ പറഞ്ഞത്? പൂജിതഃ, അവരാലൊക്കെ പൂജിക്കപ്പെട്ടവനായിട്ടുള്ള ആ ബാലകനോട് പറയാണ്, സഹയശ്ചൈവ ആഗന്താസി ഇതി ആഗന്താസി ഇതി അഭിചോദിതഃ. സഹയഃ, കുതിരയോട് കൂടിയിട്ട് നീ തിരിച്ചു വരും. ആഗന്ത അസി, നീ തിരിച്ചു വരും. അതായത് പോകുന്ന വഴിക്ക് തന്നെയാണ്, ഇത് ശരിയായിട്ടുള്ള വഴിയാണ്, അവിടെ ചെന്നാൽ കുതിരയെയും കൊണ്ട് നിനക്ക് പോരാൻ പറ്റും. ഇവരെല്ലാവരും അത്രേ പറയണുള്ളൂ കേട്ടോ, കുതിരയെ കൊണ്ടുവരാൻ പറ്റുമെന്ന് മാത്രമേ പറയണുള്ളൂ. അല്ലാതെ ഇളയച്ഛന്മാരെ കാണാമെന്നോ കുതിരയെ കട്ടുകൊണ്ടുപോയ ആളെ കാണാൻ പറ്റുമെന്നൊന്നും പറയണില്ല. നീ പോണ വഴിക്ക് പോയാലും നിനക്ക് കുതിരയെ കാണാം, കുതിരയും കൊണ്ടുപോരാം.
അപ്പോൾ അത് ഈ ബാലകൻ മുഴുവനും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ അംശുമാൻ. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോട് കൂടിയിട്ട് കുതിരയെ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. അതാണ് 12ാമത്തെ ശ്ലോകം നോക്കാം. തേഷാം തദ്വചനം ശ്രുത്വാ ജഗാമലഘുവിക്രമ ഭസ്മരാശീകൃതായത്ര പിതരസ്തസ്യ സാഗരാഃ. തേഷാം തദ്വചനം ശ്രുത്വാ, ഈ ദിക്പാലകന്മാരുടെയും ദിഗ്ഗജങ്ങളുടെയും വാക്കുകളൊക്കെ കേട്ടിട്ട് അവരുടെ അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഈ ലഘുവിക്രമനായിട്ടുള്ള വേഗം തന്നെ സഞ്ചരിക്കുന്ന ഈ അംശുമാൻ ജഗാമ, താഴെ ആ ലോകത്തിലേക്ക്, എവിടെയാണോ ഏത് വഴിക്കാണോ ഇവർ മാർഗം ഉണ്ടാക്കിയത് അതിൽ കൂടെ സഞ്ചരിച്ച് കുതിര എവിടെയാണോ നിൽക്കുന്നത് അവിടേക്ക് എത്തി. അവിടെ കണ്ടപ്പോൾ ആദ്യം തന്നെ കുതിരയൊന്നുമല്ല കാണുന്നത്, പിന്നെന്താ കാണുന്നത്? യത്ര തസ്യ പിതരഃ സാഗരാഃ ഭസ്മരാശീകൃതാഃ തത്ര ജഗാമ. എവിടെയാണോ അവൻ്റെ ഇളയച്ഛന്മാര്, പിതരഃ പിതൃക്കള് ഭസ്മരാശീഭൂതമായി കിടന്നിരുന്നത്, സഗരപുത്രന്മാര് എവിടെയാണോ ചാരക്കൂമ്പാരമായി കിടന്നിരുന്നത് അവിടേക്കാണ് ഈ പാവം അംശുമാൻ ചെന്നെത്തിയത്. അപ്പോൾ കുതിര അവിടെ ഉണ്ട്, കുതിരയും കൊണ്ട് വേഗം പോരാം എന്ന് മാത്രമേ ദിക്പാലകന്മാരും ദിഗ്ഗജങ്ങളും ഒക്കെ പറഞ്ഞുള്ളൂ. അത് വളരെ ശരിയാണ്, കുതിര അവിടെ ഉണ്ട്. പക്ഷെ അതല്ലല്ലോ, അവസ്ഥയൊക്കെ മാറി. അവിടെ ചെന്നതോട് കൂടിയിട്ട് ഇളയച്ഛന്മാർ മുഴുവനും ഭസ്മരാശീഭൂതന്മാരായി. വലിയൊരു കൂമ്പാരം, ചാരം അത്രേ ഉള്ളൂ എന്ന് കണ്ടതോടു കൂടിയിട്ട് ഇവർക്ക് ഈ ബാലകന് വല്ലാത്ത സങ്കടമായി. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 13ാമത്തെ ശ്ലോകം നോക്കാം. സദുഃഖവശമാപന്നസ്ത്വസമഞ്ജസുതസ്തദാ ചുക്രോശ പരമാർത്ഥസ്തു വധാത്തേഷാം സുദുഃഖിതഃ. സഹ ദുഃഖവശമാപന്നഃ അസമഞ്ജസുതഃ. ആ അസമഞ്ജസുതൻ, അസമഞ്ജൻ എന്ന് പറഞ്ഞ സഗരന്റെ പുത്രൻ അംശുമാൻ ദുഃഖവശം ആപന്നഃ, വല്ലാതെ ദുഃഖിച്ചുപോയി. ഇതൊന്നുമല്ലല്ലോ പ്രതീക്ഷിച്ച് ചെല്ലണത്. അവിടെ ഇളയച്ഛന്മാരൊക്കെ മരിച്ചുപോയി എന്നൊന്നും വിചാരിക്കണില്ല. അവിടെ എവിടെയെങ്കിലും വല്ല കാരാഗ്രഹത്തിൽ കിടക്കുകയാണെന്നോ അവിടെ ഒരു രാജ്യം പടുത്തുയർത്തിയിട്ട് അവിടെ താമസിക്കുകയാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോഴാണല്ലോ ഈ ചാരക്കൂമ്പാരം കാണണത്. അത് കണ്ടതോടുകൂടിയിട്ട് ഈ അംശുമാന് വല്ലാത്ത സങ്കടമായി. അയാൾ എന്താ ചെയ്തത്? തേഷാം വധാത് സുദുഃഖിതഃ സഹ പരമാർത്ഥഃ ചുക്രോശ ച. ഈ ഇളയച്ഛന്മാരുടെ വധം മനസ്സിലാക്കിയിട്ട്, കൊന്നുകളഞ്ഞതാണ്, കത്തിച്ചു കളഞ്ഞതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് സുദുഃഖിതഃ, വല്ലാതെ ദുഃഖിതനായി തീർന്ന ആ ബാലകൻ പരമാർത്ഥഃ, വല്ലാതെ ആർത്തനായി തീർന്നു, വല്ലാതെ വിഷണ്ണനായി തീർന്ന് ഉറക്കെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ചുക്രോശ, നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞു നോക്കിയപ്പോൾ എന്ത് കണ്ടു? 14ാമത്തെ ശ്ലോകം നോക്കാം. യജ്ഞിയം ചഹയം തത്ര ചരന്തമവിദൂരത ദദർശ പുരുഷവ്യാഘ്രോ ദുഃഖശോകസമന്വിത. അങ്ങനെ ഉറക്കെ കരഞ്ഞുകൊണ്ട് ചുറ്റുപാടും നോക്കിയപ്പോണ്ട് അവിടെ ആ കുതിര നിൽക്കണു. അതാണ് യജ്ഞിയം ചഹയം തത്ര ചരന്തം അവിദൂരത. തത്ര അവിദൂരത ചരന്തം. ഈ അംശുമാൻ എവിടെ നിന്നാണോ ഈ ചാരക്കൂനെയൊക്കെ കണ്ടത്, എവിടെ നിന്നാണോ ഉറക്കെ കരഞ്ഞത്, അതിൽ നിന്നും അധികം ദൂരെയല്ലാതെ അവരുടെ യാഗം, അതായത് ഈ സഗരന്റെ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തയ്യാറാക്കി നിർത്തിയതായിരുന്ന കുതിരയെ കാണുകയാണ്. യജ്ഞിയം ഹയം ദദർശ. ആരാണ് കണ്ടത്? സഹ പുരുഷ വ്യാഘ്ര. ആ മിടുക്കനായിട്ടുള്ള രാജകുമാരൻ ദുഃഖം കൊണ്ടും ശോകം കൊണ്ടുമൊക്കെ വല്ലാതെ ആർത്തനായി ക്ഷീണിതനായി നിന്ന ആ രാജകുമാരൻ താൻ നിൽക്കുന്നിടത്തുനിന്ന് അധികം ദൂരെയല്ലാതെ മേഞ്ഞു നടക്കുന്ന, അതാണ് ചരന്തം, അവിടെയൊക്കെ പുല്ലു തിന്ന് നടക്കുന്നവനായ ആ യാഗാശ്വത്തിനെ കാണുകയും ചെയ്തു. അത് മാത്രം പോരല്ലോ, ഇനിയിപ്പോൾ കുതിരയെ കൊണ്ടുവരാൻ മാത്രം ചെയ്താൽ പോരാ, തൻ്റെ ഇളയച്ഛന്മാർക്ക് പിതൃക്രിയ ചെയ്യണം, ആ പിതൃതർപ്പണം ചെയ്യണം. അതാണ് അടുത്തതായിട്ട് പറയണത്. 15ാമത്തെ ശ്ലോകം നോക്കാം. സതേഷാം രാജപുത്രാണാം കർത്തുകാമോ ജലക്രിയാം സജലാർത്ഥീ മഹാതേജ നജാപശ്യജ്ജലാശയം. 16ാമത്തെയും കൂടി ചൊല്ലാം. വിസാര്യ നിപുണാം ദൃഷ്ടിം തതോ പശ്യദ്ഖഗാധിപം പിതॄണാം മാതുലം രാമ സുവർണമനിലോപമം. സ തേഷാം രാജപുത്രാണാം ജലക്രിയാം കർത്തുകാമഃ. ആ രാജകുമാരന്മാരുടെ, രാജപുത്രന്മാര്, ഈ അംശുമാന്റെ ഇളയച്ഛന്മാര്, അവരുടെ ജലക്രിയ, ഉദകക്രിയ, അവർക്ക് തർപ്പണം നടത്തണം എന്ന് വിചാരിച്ചിട്ട് കർത്തുകാമഃ, അത്
ആരുടെയും ഉത്തരവാദിത്തമാണ് തൻ്റെ പൂർവികർക്ക് വേണ്ടിയിട്ട് ശ്രാദ്ധമൂട്ടുക, പിണ്ടം വയ്ക്കുക എന്നുള്ളതൊക്കെ പിതൃ ഋണമാണത്. പിതാക്കന്മാർക്ക്, അച്ഛന് മാത്രമല്ല അല്ലെങ്കിൽ അമ്മയ്ക്ക് മാത്രമല്ല, അവരുടെ തലമുറയിൽ മുമ്പുള്ളവർക്കുമൊക്കെ ശ്രാദ്ധമൂട്ടുന്നത് അതൊരു കടം തീർക്കലാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇളയച്ചന്മാരാണ്, നേരിട്ട് ഇളയച്ചന്മാരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഉദകക്രിയ നടത്തണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉദകം എവിടെയാ, ജലം എവിടെയാ, ജലം അന്വേഷിച്ച് നടക്കുകയാണ്. അതാണ് ജലാർത്ഥീ സമഹാതേജാഹ ജലാശയം ന അപശ്യത. അങ്ങനെ വെള്ളം അന്വേഷിച്ച് നടന്നിട്ട് ആ ലോകത്തിൽ എവിടെയും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല. അതാണ് ജലാശയം ന അപശ്യത്. വെള്ളം അന്വേഷിച്ച് പോയിട്ട് എവിടെയും ഒരു തുള്ളി വെള്ളം പോലും ഉദകക്രിയ ചെയ്യാൻ വെള്ളം കാണാനില്ലായിരുന്നു. അപ്പോൾ വിസാര്യ നിപുണാം ദൃഷ്ടിയും, അങ്ങനെ വെള്ളം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് എല്ലാ ഭാഗത്തേക്കും നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ആരെ കണ്ടു? തതോ പശ്യത് ഖഗാധിപം പിതൃണാം മാതുലം രാമ സുപർണം അനിലോപമം. അല്ലയോ ശ്രീരാമ, ഖഗാധിപം അപശ്യത്. ഖഗാധിപൻ എന്ന് പറഞ്ഞാൽ പക്ഷിരാജാവ് ഗരുഡനെയാണ് കണ്ടത്. അതാരായിരുന്നു? പിതൃണാം മാതുലം സുപർണം അനിലോപമം സുപർണം അപശ്യത്. തൻ്റെ ഇളയച്ചന്മാരുടെ അമ്മാമനായിട്ടുള്ള, അതായത് ഈ ഇളയച്ചന്മാരുടെ അമ്മ എന്ന് പറയുന്നത് സുമതിയാണല്ലോ. ആ സുമതിയുടെ സഹോദരനാണ്, അരിഷ്ടനേമിയുടെ പുത്രനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പുത്രിയാണ് സുമതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കശ്യപ പ്രജാപതി ആയിരിക്കണം അരിഷ്ടനേമി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സുപർണനും കശ്യപന്റെ പുത്രനാണല്ലോ. അങ്ങനെ അമ്മാമനായിട്ടുള്ള, തൻ്റെ ഇളയച്ചന്മാരുടെ അമ്മാമനായിട്ടുള്ള സുപർണനെ, നല്ല വിടർന്ന ചിറകുകളോട് കൂടിയവൻ, അതാണ് സുപർണഹ എന്ന വാക്കിനർത്ഥം. പർണം എന്ന് പറഞ്ഞാൽ ചിറകാണ്. ഈ പക്ഷികൾക്കൊന്നും കാണുന്ന അത്ര വലിപ്പമൊന്നുമല്ല, അത്രയ്ക്കും വിസ്തൃതമായ നല്ല വലിപ്പമുള്ളതായ ശോഭിക്കുന്നതായ ചിറകുകളോട് കൂടിയവൻ സുപർണൻ, ഗരുഡൻ. ആ ഗരുഡനെ കാണുകയും ചെയ്തു. ഇനി എന്താണ് ഉണ്ടാവാൻ പോണത്? ഗരുഡനുമായിട്ട് അംശുമാന്റെ സംഭാഷണങ്ങളൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ദിശാഗജസ്തു തശ്രുത്വാ പ്രത്യുവാച മഹാമതി ആസമഞ്ജ കൃതാർത്ഥസ്ത്വം സഹാശ്വ ശീഘ്രമേഷ്യതി തസ്യ തദ്വചനം ശ്രുത്വാ സർവാനേവ ദിശാഗജാൻ യഥാക്രമം യഥാന്യായം പ്രഷ്ടും സമുപചക്രമേ തൈശ്ച സർവൈർദിശാപാലൈർവാക്യജ്ഞൈർവാക്യഗോവിദൈഃ പൂജിതഃ സഹയശ്ചൈവ ഗന്ധാസീത്യഭിചോദിത തേഷാം തദ്വചനം ശ്രുത്വാ ജഗാമലഘുവിക്രമ ഭസ്മരാശീകൃതാ യത്ര പിതരസ്തസ്യ സാഗരാഃ സ ദുഃഖവശമാപന്നസ്ത്വസമഞ്ജസുതസ്തദാ ചുക്രോശ പരമാർത്ഥസ്തു വധാത്തേഷാം സുദുഃഖിതഃ യജ്ഞിയം ച ഹയം തത്ര ചരന്തമവിദൂരത ദദർശ പുരുഷവ്യാഘ്രോ ദുഃഖശോകസമന്വിതഃ സതേഷാം രാജപുത്രാണാം കർത്തുകാമോ ജലക്രിയാം സജലാർത്ഥീ മഹാതേജ ന ചാപശ്യജ്ജലാശയം വിസാര്യ നിപുണാം ദൃഷ്ടിം തതോ പശ്യത് ഖഗാധിപം പിതॄണാം മാതുലം രാമ സുപർണമനിലോപമം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.